ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എപ്പോഴും പരാതികൾ മാത്രമുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. ഒരു ദിവസം ഗുരു അവനോട് പറഞ്ഞു, നീ ഒരു പിടി ഉപ്പും ഒരു ഗ്ലാസ് വെള്ളവും കൊണ്ടുവരിക. അവ കൊണ്ടുവന്നപ്പോൾ ഗുരു പറഞ്ഞു, പകുതി ഉപ്പ് വെള്ളത്തിൽ കലക്കി കുടിച്ചു നോക്കൂ. ഉപ്പ് കാരണം അവനത് കുടിച്ചിറക്കാനായില്ല. ഗുരു അവനെയും കൂട്ടി തടാകത്തിനടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ബാക്കി ഉപ്പ് ഇതിൽ കലക്കിയിട്ട് കുറച്ച് വെള്ളം കുടിച്ചു നോക്കൂ. അങ്ങനെ ചെയ്ത ശേഷം അവൻ പറഞ്ഞു, ഇത് നല്ല വെള്ളമാണ്. ഗുരു പറഞ്ഞു, ഇടുങ്ങിയ പാത്രത്തിലെ ഇത്തിരി വെള്ളത്തെ അശുദ്ധമാക്കിയ ഉപ്പിന് വിശാലമായ തടാകത്തിൽ ഒന്നും ചെയ്യാനായില്ല. നിന്റെ മനസ്സ് വിശാലമാക്കൂ. ചെറിയ മനസ്സിൽ ചിതലരിച്ച കുറച്ച് വികാരങ്ങൾ മാത്രമേ കാണൂ. എന്തിനോടും പരിഭവിച്ച് എല്ലാറ്റിനുമെതിരെ പരാതി പറഞ്ഞ് ആ മനസ്സ് വിഷവിത്തുകൾ വിതറിക്കൊണ്ടിരിക്കും. എന്നാൽ ഹൃദയം വിശാലമാക്കിയവർ മറ്റുള്ളവരുള്ള സാധ്യതകൾ കണ്ടെത്തും. കലത്തിൽ കലക്കിയ വിഷം കൊണ്ടുവന്ന് കടലിൽ കലക്കിയിട്ട് എന്ത് കാര്യം? അടിച്ചു കയറുന്ന ആദ്യ തിരയിൽ തന്നെ അതിൻ്റെ ഓരോ കണികയും അപ്രത്യക്ഷമാകും. എതിർപ്പുകൾക്കും പ്രതിഷേധങ്ങൾക്കും മുന്നിൽ പെട്ടെന്ന് കീഴടങ്ങുന്നതിൽ അങ്ങനെ ഉണ്ടെങ്കിൽ സംശയം വേണ്ട, മനസ്സ് ചുരുങ്ങി തുടങ്ങിയിട്ടുണ്ട്. പ്രശ്നങ്ങളും പോരായ്മകളും മാത്രമാണ് കണ്ണിൽപ്പെടുന്നതെങ്കിൽ കാഴ്ചയിൽ അസൂയ പടരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറ്റം പറയാൻ വേണ്ടി മാത്രമാണ് വായ തുറക്കുന്നതെങ്കിൽ കാതുകൾ പരദൂഷണം കേട്ട് മുരടിച്ചു പോകും. പ്രശ്നങ്ങളെ അവഗണിക്കാനല്ല, അവയ്ക്ക് അതിൻ്റെ അർഹമായ സ്ഥാനങ്ങൾ നൽകുകയാണ് വേണ്ടത്. 4-ാം വയസ്സിലുണ്ടായ ഒരു കൈ മുറിവിന് 40-ാം വയസ്സിലും ദുഃഖിക്കേണ്ടതില്ല. മനസ്സിനെ വിശാലമാക്കിയാൽ ഓരോ പ്രശ്നവും സ്വയം പരിഹരിക്കപ്പെടും. ഓരോ ദുഃഖവും അപ്രത്യക്ഷമാകും.